ഹലോ ഗൈസ്, വെൽക്കം ടു യുവർ ലൂ. അങ്ങനെ 2024 കഴിഞ്ഞ് 2025 വന്നിരിക്കുകയാണ്. സോ ഞാനെങ്ങനെയാണ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തത് എന്നുള്ളതാണ് ഈ വീഡിയോയിലുള്ള. എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നല്ല പനിയും ചുമയും ജലദോഷമാണ് കേട്ടോ. എൻ്റെ സെലിബ്രേഷനൊക്കെ കൂടുതലും ഫാമിലീൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ. അതും വീട്ടിൽ നിന്ന് എല്ലാവരെയും വിളിച്ച് വരുത്തി ആഘോഷിക്കാനാണ് ഒരു പ്രത്യേക ഇഷ്ടം. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളുടെ ആഘോഷം വീട്ടിൽ നിന്നായിരുന്നു. അപ്പോൾ ആഘോഷങ്ങളിൽ ഫസ്റ്റ് ഞങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഫുഡാണ്. സർപ്രൈസായിട്ട് നമ്മളുടെ പരിപാടി കളറാക്കാൻ വേണ്ടി ഏട്ടനും ഏടത്തിയമ്മയും കൂടെ വന്നിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഏടത്തിയമ്മയും അച്ഛനും കൂടെ ചിക്കൻ പൊരിക്കുന്ന തിരക്കിലാണ്. സൈഡിൽ കുഞ്ഞമ്മ പിന്നെ ഏട്ടമ്മ എല്ലാവരും നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങുന്നതിൽ ഏറ്റവും രസം എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി കുക്ക് ചെയ്യുമ്പോഴാണ്. അപ്പം ഉണ്ടാകുന്ന തമാശകളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. ഇപ്പോൾ ഇപ്രാവശ്യം ചിക്കൻ വറുക്കൽ സ്റ്റാർട്ട് ചെയ്തത് അമ്മയുടെ സഹായത്തോടു കൂടിയും കുഞ്ഞമ്മേൻ്റെ സഹായത്തോടു കൂടിയാണെങ്കിലും ഫൈനലി നമ്മുടെ പരിപാടി ഫുൾ ശക്തമായി ചെയ്തത് ഇളയച്ചനായിരുന്നു കേട്ടോ. എന്ത് എളുപ്പത്തിൽ അമ്മ വന്ന് അടുപ്പ് കത്തിച്ചെടുത്തേ. തൊട്ട് മുമ്പ് ഞങ്ങൾ കുറേ ശ്രമിച്ചെങ്കിൽ ഈ കാര്യം നടന്നില്ല. നമ്മുടെ അമ്മമാർക്കല്ലെങ്കിലും അടുക്കള പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുക്കിങ് ക്ലീനിങ്ങിലൊക്കെ ഒരു പ്രത്യേക കഴിവാട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ബാമല്യമ്മ സ്പോട്ടഡ്. ബാമല്യമ്മ വന്നിട്ട് എന്തേത്താ ഇവിടെ ഇപ്പം നടക്കുന്നേ. അങ്ങനെ പിന്നെ കുഞ്ഞമ്മേനെയും കൂട്ടി പരിപാടി തുടങ്ങി. ഞാൻ സഹായിക്കാനെന്ന വ്യാജേന അവിടെ കുറച്ച് നേരം ഇരിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇളയച്ചൻ, അച്ഛൻ്റെ അനിയൻ. ഇളയച്ചനായിരുന്നു ചിക്കൻ പൊരിക്കലിൽ ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പാവ ഇളയച്ചനെ കുറച്ച് നേരം അവിടെ ലോക്കാക്കിയിട്ട് ഞാൻ ഉള്ളിലൊക്കെ പോയി നോക്കിയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, പരസ്പരം ചെയ്യുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന കുറച്ച് ഡേയ്സ് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലീൻ്റെ കൂടെയുള്ള ടൈമാണ് കേട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കുക്ക് ചെയ്യുക, സംസാരിക്കുക, ഗെയിം കളിക്കുക, പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, ടൂറ് പോകുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അങ്ങനെ പിന്നെ അതായത് എൻ്റെ അനിയത്തി അമ്മുണ്ട്, അച്ഛനുണ്ട്, വല്യമ്മ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു. അമ്മമ്മ റൂമിൽ റെസ്റ്റായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് അമ്മമ്മേനെ പോയി നോക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഉണ്ണിയേട്ടൻ, നിഷാൻറ്റി, അച്ഛമ്മ, മനീഷ് ഇവരെല്ലാവരും വന്നു കേട്ടോ. ഇവരായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഒരു മെയിൻ ഗസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അച്ഛമ്മേനെയൊക്കെ ഇവിടെ കൊണ്ടുപോയി ഇരുത്തി ബാക്കി എല്ലാവരും കൂടെ വർത്താനവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ നടന്നു പോകുന്ന എൻ്റെ സിസ്റ്റർ അനിയത്തി പൊന്നുവാണ്. പൊന്നുവിനെ ഒരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ആൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കുന്നു. എക്സാമൊക്കെ പാസ്സായി ഫൈനൽ ഇൻറ്റേൺഷിപ്പ് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഈ കാണുന്നതാണ് എൻ്റെ ഏട്ടൻ. എൻ്റെ ഏട്ടനന്ന് വർക്കുള്ളത് കൊണ്ട് തന്നെ അധികം കിട്ടിയില്ല ആളെ. അങ്ങനെ പ്ലമ്മിൻ്റെ ക്ലാസിക് കേക്ക് കൊണ്ടുവന്നിരുന്നു. ഏടത്തിയമ്മയുടെ സെയിം ഭാഗം കട്ടാക്കുക, എല്ലാവരെയും കൊടുക്കുക. ഞങ്ങൾ കട്ട് ചെയ്തതിൻ്റെ അവശിഷ്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ആര്യച്ചി. ആര്യച്ചിക്ക് വർക്കൊക്കെ ഉണ്ടായിരുന്നു. ആര്യച്ചിയാണ് ഇപ്പോഴത്തെ എൻ്റെ വർക്ക് പാർട്ട്ണർ. ആര്യച്ചിൻ്റെ മോളാണ് ലച്ചു. കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്കും എല്ലാ ദിവസവും പണിയുണ്ട്. ഇത് ആര്യച്ചിയുടെ വണ്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ ലോയലസിനും വന്നു. വല്യസിന് ശരിക്കും പറഞ്ഞാൽ UAE പോയി വന്നതിന് ശേഷം ഞാൻ ഇന്നാ കാണുന്നതെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാ ഫുഡും കുക്ക് ചെയ്തെങ്കിലും പൊറോട്ട കുക്ക് ചെയ്യാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് അത് കുറച്ച് ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. പിന്നെ വെജിറ്റബിൾ കറി ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. നമ്മുടെ മെനു പൊറോട്ട, ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത്, പിന്നെ വെജ് കറി ആയിരുന്നു. അങ്ങനെ ഏകദേശം കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും കൂടെ ഭയങ്കര സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് പിന്നെ നമ്മളുടെ യൂഷ്വൽ കലാപരിപാടിയിലോട്ട് പോയിട്ടോ. ഞങ്ങളുടെ കലാപരിപാടിക്ക് വേണ്ടി എല്ലാവരും ഇവിടെ ഹാർദവമായി എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും വട്ടത്തിൽ പിടിച്ചിരുത്തി അടക്കി ഇരുത്തുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ ടാസ്ക് ആയിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഈ പരിപാടിയുടെ നേതൃത്വം എടുത്തത് ഞാനായിരുന്നു. അല്ലെങ്കിൽ യൂഷ്വലി ഏട്ടനൊക്കെ ആയിരുന്നു. ഏട്ടൻ ഇവിടെ ഇല്ല, ഒരു ഗസ്റ്റായിട്ട് വന്നത് കൊണ്ട് തന്നെ ഫുൾ ഇപ്രാവശ്യം 2 ദിവസം മുമ്പ് സെലിബ്രേറ്റ് ചെയ്ത ഒരു ന്യൂ ഇയർ പ്രോഗ്രാമാണ്. വരണമാലം തീർക്കുമ്പോൾ अब मेरे तोड़ दिए देखकर मुझे पता आवारगी बन गए हंसी बन गए मेरी आसमान मेरी जमीन बन गए. അങ്ങനെ ശക്തമായ കലാപരിപാടികൾക്ക് ശേഷം
ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. എല്ലാവരും പല പല ഭാഗത്തു നിന്ന് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. നിന്നിട്ടും ഇരുന്നിട്ടും കടന്നിട്ടും വളഞ്ഞിട്ടും ഒക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അടുത്തത് കൊണ്ട് തന്നെ എല്ലാരും കൂടെ പടകം അങ്ങനെ പിന്നെ വന്നിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ പിന്നെ ഞങ്ങളൊരു പല്ല് തന്നെയായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് കമ്പിത്തിരി പല്ലാണ് കളിക്കുന്നത്. അങ്ങനെ നല്ല രസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കുറേ അടിപൊളി ഞങ്ങളുടെ കുടുംബം ഒരുപാട് പേരുണ്ട്. ചക്കീനെയും അച്ചുവേട്ടനെയും അഞ്ചേച്ചിനെയും ബാവേട്ടനെയും ഉണ്ണിയേട്ടനെയും മന്ദളേനെയും വിജയനേച്ചിനെയും പിന്നെ മണിയേട്ടനും അങ്ങനെ എല്ലാവരും ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ദർശനേച്ചിനെയും ഇതിനൊക്കെ ഞങ്ങൾ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞാൻ അടിപൊളി പേര് ക്ഷമിക്കണം. എല്ലാവരെയും ഒരുപോലെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ച് പേരാണെങ്കിലും ഈ ഒരു കാര്യം ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യുന്നത് ഞാൻ ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു ഫാമിലി അല്ലെ ഫാമിലിയിൽ കൂടെയുള്ള സ്പേസ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അങ്ങനെ പിന്നെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് അങ്ങനെ 2024 ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, ഒരുപാട് മോശം കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരു സാധനമായിരിക്കും. ഇപ്പം ഞാൻ 2025 പോകുന്നത് വിത്ത് സെയിം ഹോപ്പ് ഈ ഇയറും അടിപൊളിയാവും എന്നുള്ളത്. എന്തൊക്കെ നടന്നാലും അതൊക്കെ സ്വീകരിക്കാനും അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനും മുന്നോട്ട് പോകാനുമുള്ള ഒരു എന്താ പറയുക ഫിസിക്കലി മെൻ്റലി സ്ട്രോങ് ആയിട്ടാണ് ഞാൻ ഫ്രണ്ടിലോട്ട് പോകുന്നത്. ആൻഡ് ഈ ജനുവരി വരുമ്പോൾ എനിക്ക് 1 ഇയർ ആയിട്ടുണ്ട്. യൂട്യൂബ് അടിപൊളിയായിട്ട് തന്നെ ഞാൻ കൊണ്ടുപോകും. എല്ലാവരും തന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ ചാനലിൽ ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് നല്ല അടിപൊളി ക്രിയേറ്റീവ് കണ്ടൻസ് അടിച്ച് പൊളിച്ചോ തകർത്തോ എല്ലാ ഡേയ്സും എല്ലാ സെലിബ്രേഷനും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. നമ്മുടെ ഫാമിലിയോ ഫ്രണ്ട്സോ ഓരോരുത്തർക്ക് ഏറ്റവും കൂടുതൽ ആരുടെ കൂടിയാണോ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹം അവരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങളുടെ ന്യൂ ഇയർ എന്തായാലും നല്ല അടിപൊളി കളറായിട്ട് ഞാൻ ആഘോഷിച്ച് തീർത്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോസ് കണ്ടിരുന്ന എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ ഹോപ്പ് ഈ വരുന്ന വർഷവും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഞാൻ ആശംസിക്കുന്നു കേട്ടോ. അങ്ങനെ യാത്ര പറഞ്ഞു പോകേണ്ട ടൈമായിരിക്കുന്നു. ഫൈനലി മാലപ്പടകം കുട്ടിയുടെ വെൽക്കം 2025. ഇനി എല്ലാവരും കൂടെ നേരത്തെ പിടിച്ചെടുത്തിട്ട് എല്ലാവരും കൂടെ നമ്മുടെ കാര്യം ഹാപ്പി ന്യൂ ഇയർ അവിടെ വന്നിരി. 1 2 3 ഹാപ്പി ന്യൂ ഇയർ.